റബ്ബർ വില കൂടിയിട്ടും മലയോരത്തെ കർഷകർ ആശങ്കയിൽ തന്നെയാണ്. ടാപ്പിംഗ് തുടങ്ങിയപ്പോൾ റബ്ബർ സംസ്കൃത വസ്തുക്കൾക്കും വില ഉയർന്നു. മാന്യമായ വിലയായ 300 രൂപ ലഭിക്കണമെന്നാണ് കർഷകർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നത്. റബ്ബർ അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. 5 കിലോ പശയ്ക്ക് 400 രൂപയാണ് വില. പ്ലാസ്റ്റിക്കിന് 210 മുകളിലാണ് വില. കൂടാതെ റെയിൻ ഗാർഡിനും ഷെയ്ഡിനും റിബണിനും ആനുപാതികമായി വില വർദ്ധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്, പശ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വലിയ തോതിലുള്ള വില വർധനയാണ് മഴമറ സ്ഥാപിക്കുന്നതിനുള്ള പ്രധാന തിരിച്ചടി. മാർക്കറ്റിൽ റബ്ബറിന് റെക്കോർഡ് വിലയുണ്ടായിട്ടും ആശങ്കകൾ ഒഴിയുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. 100 റബ്ബറിന് ശരാശരി ഒരു 6-6.5 കിലോയാണ് ഉണക്ക റബ്ബർ കിട്ടുകയുള്ളൂ. അത് 10 ഷീറ്റ് 12 ഷീറ്റും ഒരു 300 തോട്ടം വെട്ടുന്ന തൊഴിലാളികൾ റബ്ബർ ഉടമയ്ക്കാണെങ്കിൽ ഒരു 2-3 കിൻഡൽ കഷ്ടിയാണ് ഒരു വർഷം കിട്ടുന്നത്. ഒരു 80 ടാപ്പിംഗ് കൂടുതൽ 85-80 ടാപ്പിംഗ് കൂടുതൽ ടാപ്പിംഗ് ചെയ്യാനും പറ്റത്തില്ല. മുതലാളിമാരെ സംബന്ധിച്ച് റബ്ബർ തോട്ടക്കാർ ഉടമസ്ഥരെ സംബന്ധിച്ച് പറയാമെങ്കിൽ അവർക്കും ഒരു മാന്യമായ വില കിട്ടിയെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് പിടിച്ചു തരാൻ കഴിയുള്ളൂ. തൊഴിലാളികൾക്കാണ് കൂലി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 2.5 രൂപ 3 രൂപ ശരാശരി എല്ലാവർക്കും കൊടുക്കുന്നില്ല. എങ്കിൽ പോലും ചില തോട്ടങ്ങളിൽ 3 രൂപ ചേട്ടൻ കൊടുക്കുന്നില്ല. അതൊരു 3.5-4 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചാലേ തൊഴിലാളികളുടെ കാര്യം ഭംഗിയായി പോവുകയുള്ളൂ. പക്ഷേ തോട്ട ഉടമകൾക്കാണെങ്കിൽ അതിൻ്റെ റബ്ബറിൻ്റെ വിലക്കുറവ് വളരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പം 260 രൂപ വന്ന റബ്ബർ ഇപ്പോൾ 237-230 നേരെ കുത്തനെ പുറകോട്ട് വരുന്നുണ്ട്. വേനൽ ചൂടിനെ തുടർന്ന് ഭൂരിഭാഗം റബ്ബർ തോട്ടങ്ങളിലും കഴിഞ്ഞ 2 മാസത്തോളമായി റബ്ബർ ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ആവശ്യത്തിന് തൊഴിലാളികളെയും കിട്ടാത്ത സാഹചര്യമാണ് പലയിടത്തും. വേനൽ മഴ എത്തിക്കഴിഞ്ഞതും റബ്ബർ കർഷകർക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി റബ്ബറിന് വില 300 ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോരത്തെ കർഷകർ. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.